ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് നാട്ടിൽ, നിങ്ങളുടെ അവിടെയൊക്കെ പെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കാര്യം ഗുരുവായൂർ അമ്പലനടയിൽ ആ സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി വന്നതാണ്. റിവ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം, പേഴ്സണലി ഞാൻ പോയി കണ്ടിട്ട് എനിക്ക് തോന്നിയ അഭിപ്രായം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മൂവിനെ കുറിച്ച് പറയാം. എല്ലാവർക്കും പറയുന്ന മാതിരി പൃഥ്വിരാജാണ് അഭിനയിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മെയിൻ റോൾ ചെയ്തിരിക്കുന്നത് ബേസിൽ ജോസഫാണ്. ഇവരെ രണ്ടുപേരുടെയും കഥയാണ് പറയുന്നത്. ഫീമെയിൽ റോളുകൾ ചെയ്തിരിക്കുന്ന മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിഖില വിമലും രണ്ട് അനശ്വര രാജനുമാണ്. ഇവർ രണ്ടുപേരുമാണ് ഫീമെയിൽ മെയിൻ റോളുകൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബിബിൻ ദാസ്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സുപ്രിയ മേനോൻ, റൈറ്റർ പ്രദീപ്. ഇതൊക്കെയാണ് മേജർ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഇതിലിപ്പോൾ നിങ്ങൾ കണ്ട മാതിരി പണ്ടത്തെ മാതിരി ഒന്നുമല്ല. ഇപ്പം നിങ്ങൾ ഇത് തന്നെ യൂട്യൂബിൽ ഒരുപാട് പ്രൊമോ കാണുന്നുണ്ട്. അപ്പം പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയാം. ഒന്നാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത്, എനിക്ക് സിനിമ ഇഷ്ടമായി. കാരണം ഇന്നത്തെ കാലത്ത് ഈ വയലൻസ് ഒഴിവായിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു മെയിൻ ഹീറോ, അതായത് പൃഥ്വിരാജിനെമാരി ഒരു മെയിൻ ഹീറോ ഒരു ഫാമിലി എൻ്റർടൈനർ മൂവിയിൽ അഭിനയിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ പല പല മെസ്സേജസും നമ്മുടെ ഈ സിനിമ ത്രൂ നമുക്ക് നമ്മുടെ പൊതുസമൂഹത്തിൽ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ഫിലിം ആക്ടേഴ്സിനൊക്കെ നമ്മൾ ഇത്രയും അധികം ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അവരെ കാണുമ്പോൾ നമ്മൾ ഒഴിച്ചെല്ലുന്നതും ഒക്കെ. അവർ അഭിനയിക്കുകയാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന മാതിരി തോന്നുന്നതുകൊണ്ടാണ്. അത് റൈറ്റേഴ്സ് ആയാലും ഡയറക്ടേഴ്സ് ആയാലും ഒക്കെ അവരുടെ കഴിവാണ്. അതൊരു ബ്രില്യൻസ് തന്നെയാണ് അവരുടെ. അപ്പോൾ ഈ എന്താ പറയുക, തീവ്രവാദം അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ എന്താ പറയുക പക വീട്ടുക, ഇതൊക്കെ വിട്ടിട്ട് ഒരു സാധാരണ നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു ടോപ്പിക്കിൽ ഉണ്ടാകുന്ന ഒരു കഥ, ആ ഒരു കഥേനെ ഇങ്ങനത്തെ ഒരു ആക്ടർ, അതായത് പൃഥ്വിരാജിനെ മാതിരി ഇപ്പം നല്ലൊരു വാല്യൂ ഉള്ള ഒരു ആക്ടർ എടുത്ത് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതാണ് ആദ്യത്തെ കാര്യം. അതിന് പൃഥ്വിരാജിനും സുപ്രിയ മേനോനും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. കാരണം ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് പോയിട്ട് നമുക്ക് പോയി കണ്ടിട്ട് വരാം, ചിരിച്ചിട്ട് വരാം. നല്ലൊരു എൻ്റർടൈനർ തന്നെയാണ്. ജയ 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 ഹേ എന്ന് പറഞ്ഞ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. സാധാരണ ഒരു മൂവിയാണ്, ഒരു സാധാരണ മൂവി. ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂവീസാണ് ഇതൊക്കെ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് പൃഥ്വിരാജ് പിന്നെ ബേസിൽ ജോസഫ് കോംബോ ആണ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. കോമഡി അതുമാതിരി തന്നെ എല്ലാവരും കേട്ടോ, അഭിനയിച്ച എല്ലാവരും, ജഗദീഷ് ആണെങ്കിലും ഈ യോഗി ബാബു ആണെങ്കിലും എല്ലാവരും വരുന്നവരെല്ലാവരും നല്ല പോലെ എന്താ പറയുക, അവരവരുടെ ആ ഒരു എന്താ പറയുക കൊടുക്കേണ്ട എലമെന്റ് കൊടുത്തിട്ട് പോയിട്ടുണ്ട് എല്ലാവരും. സോ അത് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും വളരെ നീറ്റായിട്ട് കൊടുക്കേണ്ട എലമെന്റ് കൊടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കഥ എന്ന് പറയുന്നത്, എനിക്കിത് അങ്ങനെ പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സിമ്പിളായിട്ടൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ ട്രെയിലറിൽ കണ്ട മാതിരി തന്നെ നമ്മുടെ കല്യാണമാണ് ഇതിലെ മെയിൻ വിഷയം. അത് അനശ്വരി ബേസിൽ ജോസഫും തമ്മിലുള്ള കല്യാണം. ബേസിൽ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. അയാളെ നമ്മുടെ പൃഥ്വിരാജ് കല്യാണം കഴിക്കാൻ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ ബേസിൽ രണ്ടാമതും കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നു. അതിനുള്ള കാരണം എന്താ? കാരണത്തിൽ നിഖില വിമൽ ചെയ്ത ക്യാരക്ടറിന് എന്താണ് പ്രസക്തി? ഇതൊക്കെയാണ് ആ സിനിമയുടെ ഒരു ഉള്ളടക്കം. ക്ലൈമാക്സ്, ആ കല്യാണം നടന്നോ നടന്നില്ലേ, പൃഥ്വിരാജ് സന്തോഷത്തോട് കൂടിയിട്ടാണോ ആ കല്യാണം കൂടിയത്, ഇത്രയൊക്കെയാണ് അതിൽ പറയാനുള്ളത്. ഇത് വളരെ എന്താ പറയുക, ഗ്രാഫ് പോവാതെ കറക്റ്റായിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ട്. തമാശ വേണ്ടടുത്ത് തമാശയുണ്ട്. തമാശ തന്നെയാണ് മേജർ ആയിട്ടുള്ള മൂവി. ആ ഒരു കോമഡി എലമെന്റ് നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഫാമിലി ആയിട്ട് ഒരു പ്രാവശ്യം പോയിട്ട് കാണാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. ഒരു 95% അബവ് ആൾക്കാർ ഫാമിലി മൂവി കാണുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഫാമിലി എൻ്റർടൈനർ ഓഡിയൻസിന് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അച്ഛൻ, അമ്മ, മക്കളൊക്കെ ആയിട്ടൊന്ന് പോയി കണ്ടിട്ട് വരും. ഇങ്ങനെയൊരു സിനിമയും പോയി കാണാനല്ലോ, എല്ലാവരും കൂടി ഒന്ന് പോയി കാണേണ്ട ഒരു സിനിമയാണ്. കുടുംബത്തിലെല്ലാവരും ഒക്കെ ഒന്ന് കൂടെ പോയി എൻജോയ് ചെയ്ത് കണ്ടുവരേണ്ട ഒരു സിനിമ. അപ്പോൾ അങ്ങനെ ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. കല്യാണം നടന്നോ ഇല്ലേ എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. കണ്ടവർ വന്ന് കമൻറ്റ് ചെയ്യുക. ഓൾറെഡി കാണാത്തവർ കണ്ടിട്ട് വന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ, ഈ സ്മോൾ റിവ്യൂ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഈ സിനിമയെ കുറിച്ച് കൂടുതലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലൂ പാസ് ആയി പോകും.
അപ്പോൾ ഇന്നത്തെ സ്മോൾ റിവ്യൂ ഞാനിവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നല്ലത്. ഇനി കൂടാതെ പറയാനുള്ള ഒരു കാര്യം, കമൻസ് നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ എനിക്കത് കൂടുതൽ പ്രചോദനമായിരിക്കും. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമുക്കൊന്ന് ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് നല്ലതാണ് ചീത്തയാണെന്ന് എനിക്ക് മനസ്സിലാക്കാനൊരു അവസരമായിരിക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യാണ്. അടുത്തത് നമ്മുടെ OTT അപ്ഡേറ്റ്സിൻ്റെ വീഡിയോ ആണ്. അത് തിങ്കളാഴ്ച ഈവനിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.